ഹലോ, എൽ ഡി സിയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വർഷത്തെ ബെവ്കോ എൽ ഡി സിക്ക് വേണ്ടിയിട്ട് ഒരു പരസ്യത്തിൽ കണ്ടിട്ട് മേടിച്ച ടോപ്പേഴ്സ് നോട്ട്സ് എന്ന ഗൈഡാണിത്. ഇതിൻ്റെ വോളിയം 2 ആണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ സയൻസ്, കമ്പ്യൂട്ടർ, റീസണിങ് ഒക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. വോളിയം 1 ഉണ്ട്, വോളിയം 3 ഉണ്ട്. അപ്പോൾ ഇതൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഇതിൽ ഇൻഡെക്സിൽ ഫസ്റ്റിൽ തന്നെ കാണിക്കുന്നത് ബയോളജിയാണ്, പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി അങ്ങനെ പോകുന്നു. പിന്നെ ഇതിനകത്ത് ഞാൻ പഠിച്ചു വന്നപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് മലയാളം ആണ്. കാരണം NCERT ബേസ് ചെയ്തിട്ടാണ് ഇതെല്ലാം തയ്യാറാക്കിയിരിക്കുന്നത്. കാരണം അതിനകത്തെ പാഠങ്ങളിൽ അതിനകത്തുള്ള വിവരങ്ങളും എല്ലാം തന്നെയാണ് ഈ ഗൈഡിനകത്തൊക്കെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് മലയാളത്തിലാണ് വേണ്ടത്. ശരിക്കും കംപ്ലീറ്റ് മലയാളം തന്നെയാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. കാരണം ഇടയ്ക്ക് നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചു പോയാൽ ചിലപ്പോൾ ചോദ്യ പേപ്പറിൽ അതായിരിക്കില്ല, കറക്റ്റ് അതിൻ്റെ മലയാളമായിരിക്കും. അതായത് ഓരോ ബയോളജി എന്നൊക്കെ പറയുമ്പോഴത്തേനും നമുക്കറിയാം പ്രത്യേകമായ മലയാള പദങ്ങളുണ്ട്, അത് നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണം. അപ്പോൾ ഇതിനകത്ത് വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൽ മിക്കവാറും എല്ലാം ഇംഗ്ലീഷിലാണ് ഒരു കൊടുത്തിരിക്കുന്നത്. എന്തോ ഇവരൊരു ഓൾ ഇന്ത്യ ആയിട്ട് ഇങ്ങനെ ഗൈഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇതാണെന്നാണ്, കമ്പനിയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ടോപ്പേഴ്സ് നോട്ട്സ് എന്ന് പറഞ്ഞാൽ അവർ ഇപ്രാവശ്യം PSCയുടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ, മലയാളത്തിൽ അവർ ഇറക്കിയിട്ടുണ്ട്. ഇത് തന്നെ ഹിന്ദിയിലും ഒക്കെ ഞാൻ ആഡ് കണ്ടിട്ടുണ്ട് ടോപ്പേഴ്സ് നോട്ട്സിൻ്റെ, UPSCയുടെ പരീക്ഷയൊക്കെ ആണെങ്കിലും എല്ലാത്തിലും. പക്ഷേ ഇതിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതിനെ നമുക്ക് ആശ്രയിക്കാൻ പറ്റില്ല. ഇതിൻ്റെ വില വരുന്നത് ഏകദേശം 1000-ന് മുകളിൽ വരുന്നുണ്ട്. എന്നാൽ ഈ പറഞ്ഞു വരികയാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. ഇതിൽ കോശം എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് ഞാൻ പഠിക്കാനായിട്ട് ആദ്യം തന്നെ നോക്കാൻ എടുത്തത്. പക്ഷേ ഇത് കണ്ട് ഞാൻ അതിൻ്റെ സൈഡിലെല്ലാം ഞാൻ എഴുതേണ്ട അവസ്ഥയിലാണ് എന്താണ് ഈ ഇതിൻ്റെ മലയാളം വേർഡ്. കാരണം നമ്മൾ കൂടുതലും ഇംഗ്ലീഷ് കേട്ട് പരിചയമുണ്ട്. നമുക്ക് എന്തെങ്കിലും നമ്മളൊരു പുസ്തകം വായിക്കുകയാണെങ്കിൽ ഇപ്പം മുകളിലേക്ക് ഡിഗ്രി ബയോളജി, ബോട്ടണിയൊക്കെ എടുത്തവർക്കറിയാം നമ്മൾ ആ ഇംഗ്ലീഷുമായിട്ട് നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പല കാര്യങ്ങളാണെങ്കിലും നമ്മൾ ഈ PSCക്ക് പഠിക്കുമ്പോഴും ഒക്കെ കറക്റ്റ് മലയാളം വേർഡ് നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മളിത് മലയാളം പഠിച്ചാൽ മാത്രമല്ലേ നമുക്ക് അറിയാൻ പറ്റൂ. അപ്പോൾ ഈ പുസ്തകത്തിനകത്ത് വരുമ്പോൾ നമ്മൾ ഈ പ്ലാസ്മ മെംബ്രെയിൻ എന്നൊക്കെ ഉള്ളത് അങ്ങനെ തന്നെ വായിച്ചു പോകും. കോശഭിത്തി എന്നുള്ളതാണ് അതിൻ്റെ ശരിക്കും മലയാളം. അതൊക്കെ ഇങ്ങനെ നോക്കി നമ്മൾ എഴുതി വെക്കേണ്ടി വന്നു. കറക്റ്റായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ ബുക്കിനെ. ചിലയിടത്തൊക്കെ ഞാൻ ചില തെറ്റുകളും കണ്ടതുപോലെ എനിക്ക് സംശയം തോന്നി. ഞാൻ അതിൻ്റെ അവർ കൊടുത്തിരിക്കുന്ന ഇതിൻ്റെ അത്ര ശരിയല്ല, വേറെ ഒരു ഉത്തരമാണ് എന്നൊക്കെ ഉള്ളത്. അതൊക്കെ ഞാൻ പിന്നെ നെറ്റിലൊക്കെ നോക്കിയിട്ട് ഉറപ്പാക്കിയിട്ടാണ്. അല്ലാതെ നമുക്ക് കംപ്ലീറ്റ് കണ്ണു അടച്ചിട്ട് ഒരു ഗൈഡിനെ വിശ്വസിക്കാൻ പറ്റില്ല. എവിടെയെങ്കിലും ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് അത് സ്വാഭാവികമായിട്ടും പറ്റിപ്പോകുന്നതാണ്. അപ്പം നമ്മുടെയാണ് മാർക്ക് പോകുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു പ്രശ്നം ഇതിനകത്ത് വരുന്നുണ്ട്. ഈ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് തുടങ്ങിയതിനകത്തൊക്കെ അത് വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത്